ഫണ്ടമെൻ്റൽ ലോ ഓഫ് അരിത്മെറ്റിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫാക്ടറൈസേഷൻ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി നെക്സ്റ്റ് ഫാക്ടറൈസേഷന് വേണ്ടി പല മെത്തേഡ്സ്, മെയിനായിട്ട് 3 അൽഗോരിതംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെർമാറ്റ്സ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു നമ്പറിനെ ഒന്നോ അതിൽ കൂടുതലോ ഫാക്ടേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഫെർമാറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഡിവൈഡ്സ് എ നമ്പർ n into 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് a and b, നോട്ട് നെസസറിലി എ പ്രൈം, സോ ദാറ്റ് n ഈക്വൽ ടു a and b. അപ്പോൾ എന്നിനെയാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താണ് പിടിക്കുന്നത്? അതിൻ്റെ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ എയും ബിയും ആയിരിക്കും നമ്മളുടെ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ അൽഗോരിതം റിട്ടേൺ ചെയ്യുന്നതും ഈ 2 ഫാക്ടേഴ്സ് എയും ബി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, n മാത്രം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും. പിന്നെ അൽഗോരിതമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫെർമാറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതിലേക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ n എന്ന് പറഞ്ഞ നമ്പർ, അതായത് ഏത് നമ്പറിനെയാണോ നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ടത് നമ്മൾ അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ എക്സിലേക്ക് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള n എടുക്കുക, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള സ്മോളസ്റ്റ് ഇൻറ്റിജർ ഏതാണോ അതിനാണ് അസൈൻ ചെയ്യേണ്ടത്. സോ എക്സ് ഈസ് അസൈൻ ദ വാല്യൂ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ റൂട്ട് n. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ n കൊടുത്തത് ഇപ്പോൾ ഒരു 14 ആണെന്ന് കരുതുക. 14ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം 3യുടെ റൂട്ട് എന്ന് വെച്ചാൽ 9ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് 3 കിട്ടും, 16ൻ്റെ റൂട്ട് നമുക്ക് 4 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വാല്യൂ വരിക. അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും നമുക്ക് റൂട്ട് n ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെക്സ്റ്റ് അടുത്ത ഇൻറ്റിജർ 4. സോ ആ കേസിൽ എക്സ് ഈക്വൽ ടു അസൈൻ വാല്യൂ ഓഫ് 4. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, ആ കിട്ടുന്ന റൂട്ടിനേക്കാളും തൊട്ടടുത്ത ഇൻറ്റിജർ വാല്യൂ എന്താണോ അത് നമ്മൾ എക്സിന് കൊടുക്കുക. ഇനി വൈൽ എക്സ് ലെസ് ദാൻ n, എക്സ് ലെസ് ദാൻ n ആയിരിക്കും നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതിനേക്കാളും വലുതായിട്ടുള്ള നമ്പർ ആണല്ലോ എക്സ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും ഇനിഷ്യലി. ദെൻ നമ്മൾ ലൂപ്പിനുള്ളിൽ കയറി എന്ത് ചെയ്തു? ഈ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഈ എന്നിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. സോ എക്സ് സ്ക്വയർ മൈനസ് 1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് w. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ലൂപ്പിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് w ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. w ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചു, അതിനെ വൈയിലേക്ക് അസൈൻ ചെയ്തു. സോ വൈ ഈസ് ഗിവൻ ദ വാല്യൂ ഓഫ് റൂട്ട് w. ഇവിടെ ഈ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിസൾട്ട് ഡയറക്റ്റ്ലി കിട്ടി. എയും ബിയും ആണല്ലോ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞത്. a ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്ത വാല്യൂ, വൈ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയ വാല്യൂ. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്താൽ നമുക്ക് a കിട്ടും, അതുപോലെ എക്സ് മൈനസ് വൈ ചെയ്താൽ ബി കിട്ടും. ദെൻ റിട്ടേൺ a ആൻഡ് b. അപ്പോൾ ഈ ഒരു കേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഫർദർ പ്രോസസ്സിംഗ് ഒന്ന് ലൂപ്പ് ചെയ്യേണ്ട, ഡയറക്റ്റ്ലി എയുടെയും ബിയുടെ വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി. ഇനി ഈ കേസിൽ നമ്മൾ w കണ്ടുപിടിച്ചു, w നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും, എക്സിൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, വീണ്ടും n കുറയ്ക്കുക. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയോ നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും താഴെ വന്ന് എക്സ് ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു, സ്ക്വയർ കണ്ടുപിടിക്കുക, n സബ്ട്രാക്ട് ചെയ്യുക, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയോ നോക്കി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഫെർമാറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ ദിസ് മെത്തേഡ് ട്രൈസ് ടു ഫൈൻഡ് 2 ഇൻറ്റിജേഴ്സ് a and b ക്ലോസ് ടു ഈച്ച് അതർ. എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ ആയതുകൊണ്ട് ആ നമ്പേഴ്സ് നമ്മൾ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്റ്റാർട്ട്സ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ എക്സ് ഈക്വൽ ടു റൂട്ട് n. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് എന്നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്മോളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ട്രൈസ് ടു ഫൈൻഡ് അനദർ ഇൻറ്റിജർ y. ഏതാണ് ഈ y? സച്ച് ദാറ്റ് ദ റിലേഷൻ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് n, y സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾസ്. അപ്പോൾ w എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ മൈനസ് n ആണ്, y ഈക്വൽ ടു റൂട്ട് w ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? w പകരം y സ്ക്വയറിന് എഴുതാമല്ലോ. y സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് n ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു y നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. ദ ഹോൾ പോയിന്റ് ഇൻ ദിസ് ഇറ്ററേഷൻ ഇസ് ദാറ്റ് we need to see if the result of x square minus a perfect square. അപ്പോൾ x square minus n ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ അൽഗോരിതത്തിൻ്റെ കോർ ആയിട്ടുള്ള പോർഷൻ. ഇനി അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് if we find such a value for y, we can calculate a and b and break from the loop. അതാണ് ഈ സ്റ്റെപ്പിൽ കാണുന്നത്, റിട്ടേൺ ചെയ്യാം. ഇനി if we do not, we do another iteration. എക്സ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്നിട്ട് വീണ്ടും അടുത്ത ഇറ്ററേഷനിലേക്ക് പോയി. എക്സാമ്പിളിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. n ഈക്വൽ ടു 23449. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നമ്പർ കണ്ടുപിടിക്കുക. ഫൈൻ k സച്ച് ദാറ്റ് k സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ ഈ എക്സ് കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. സ്ക്വയർ റൂട്ട് ഓഫ് എന്നിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, അതിൽ ഏത് ഭാഗത്ത് വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 150യുടെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇത് കിട്ടും. 151 ആകുമ്പം 22801 ആയി, 152 ആകുമ്പോൾ 23104 ആയി, 153 ആകുമ്പോൾ 23409 ആയി, 154 ആകുമ്പോൾ 23716 ആയി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ 449നേക്കാളും ഗ്രേറ്റർ ആണ് എന്ത്? നമ്മളുടെ
716 അല്ലേ? അപ്പം ഈ 154ൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദിസ് പെർട്ടിക്കുലർ വാല്യൂ. നമുക്ക് എന്താ വേണ്ടത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു വാല്യൂ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തുവാ? എന്നിൻ്റെ റൂട്ടിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ. അപ്പോൾ എന്നിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ വഴിയും കിടക്കുക അല്ലേ? 23409 23716. അപ്പോൾ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജർ ഏതാണ്? 154. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി? 154 സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 23449. അല്ലെ? സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എന്നിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എക്സ് വാല്യൂ ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂനേക്കാളും ഗ്രേറ്റർ ആയിട്ട് സ്ക്വയറുള്ള ഏത് നമ്പറാണെന്ന് നോക്കുക. ആ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സോ എക്സ് ഈക്വൽ ടു 154. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ വൈൽ എക്സ് ലെസ് ദാൻ എൻ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് എൻ കണ്ടുപിടിക്കുക. ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എൻ. എക്സ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 154 ആണ്. സോ 154 സ്ക്വയർ മൈനസ് എൻ നമ്മുടെ ഒറിജിനൽ വാല്യൂ. ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഈ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഡിഫറൻസ് എടുക്കുക. വിൽ ഗെറ്റ് 267. നെക്സ്റ്റ് ടേക്ക് ചെയ്യേണ്ടത് എന്തുവാണ്? 267 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി എക്സ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. എക്സ് 154 ആയിരുന്നു, അത് 155 ആയി. നെക്സ്റ്റ് ഇതേ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എൻ. എക്സ് സ്ക്വയർ എന്ത് കൊടുത്തു? 155 സ്ക്വയർ മൈനസ് എന്നിന് 23449. 155ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. എന്നെ എടുത്തു, സബ്ട്രാക്ട് ചെയ്തു. വിൽ ഗെറ്റ് ദ വാല്യൂ 576. ഇനി 576 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സ്ക്വയർ. ഇപ്പം ഒന്നുകിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ റാൻഡമായി ട്രൈ ചെയ്ത് നോക്കുക, അതിനോട് അടുത്ത് കിട്ടുന്ന ഏതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ക്വയർ റൂട്ട് എഴുതുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ 576ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ഇവിടെ 24 കിട്ടും. അപ്പോൾ ഡബ്ല്യു ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ വൈ ഈക്വൽ ടു റൂട്ട് ഡബ്ല്യു. വൈയിലേക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 576 ഈക്വൽ ടു 24. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാം. എയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സ് എത്രയായിരുന്നു? ഇവിടെ നമുക്ക് 155 ആയിരുന്നു. വൈ നമുക്ക് കിട്ടിയത് 24. സോ 155 പ്ലസ് 24. ബിയുടെ കേസിൽ എക്സ് മൈനസ് വൈ, ദാറ്റ് ഈസ് 155 മൈനസ് 24. 179 കിട്ടി, 131 കിട്ടി. സോ റിട്ടേൺ എ ആൻഡ് ബി. സോ 23449 ഈസ് ഈക്വൽ ടു 179 ഇൻറ്റു 131. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഫെർമാറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ 3 ഫാക്ടറൈസേഷൻ അൽഗോരിതംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം.